പെണ്ണിനെ കൊല്ലാൻ പോണ ദിവസമാണ്. രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് കോട്ടാപ്പാടത്ത് തന്നെ ആയിരുന്നു. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നു. ഇത് ഇവിടുന്ന് തന്നെയുണ്ട് പോകുന്നത്. സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു, 10 മണി കഴിഞ്ഞിരിക്കണു. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പിന്നെ മാറ്റാനുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. എന്താ പറയുന്നത്, നല്ല സമയം. വീഡിയോസ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുമില്ല. കാരണം ഒന്ന് സൗണ്ട്, പിന്നെ സ്റ്റോറേജ് പ്രശ്നമുണ്ട്, പിന്നെ എന്താ ഏകദേശം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുള്ളൂ. മേക്കപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി അവിടെ പോയിട്ട് മാറ്റണം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളത് കാണാം കേട്ടോ. വീഡിയോസ് എങ്ങനെ വരും എന്താണെന്നൊന്നും അറിയില്ല. ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലിപ്പുകൾ ഇടാം. അപ്പോൾ ഇയാളിതാ ഒക്കെ മാറ്റി റെഡി ആക്കണം. അപ്പം ഇനി അവിടെ നിന്ന് കാണാം. എന്താ പരിപാടി? എവിടുക്കത്? ഇത് എവിടുക്ക? പക്ഷെ ഇത് എവിടുക്ക? എൻ്റെ മകൻ്റെ കല്യാണമല്ലേ ഇന്ന്? അല്ല, ഒന്നും ഒരു വെളിച്ചത്തിലും നേരത്തിലും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്ത് പറയ കല്യാണാണ് ഇന്ന്. ചെറുക്കൻ എന്താ കാട്ടണ എന്താ ഏതാന്നറിയില്ല. ഹായ്. ആ ചെറുക്കൻ മാറ്റിയോ? ഇത് വണ്ടി മകളുടെ ബൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ കുളിച്ചില്ലേ? ഇന്നെന്താ പരിപാടി? ഇതവിടെ ടെൻഷനില്, ഇവിടെ ടെൻഷനില്, മൊത്തത്തിലെ ടെൻഷന്. സച്ചോ സെറ്റല്ലേ? ഇപ്പൊ സെറ്റല്ലേ? നിഷാദ് ഒരു ഷർട്ടൊന്നും എന്തോ കുഞ്ഞാവാ ബീങ് ഭീമ എവിടെടാ? ബീങ് ഭീമ മറ്റേ എന്തിലും കുളിച്ച് കിടക്കുകയാണോ? മുഖത്തും ഒരു പണി ഉണ്ടാവും. ഇങ്ങോട്ട് വരുവോളെ മാറ്റാനേ. ഇവിടെ എത്തിയപ്പോഴാണ് ചെറിയ സമാധാനം വന്നത് കേട്ടോ. കാരണം ആരും മാറ്റിയിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഞാനും മാറ്റിയിട്ടില്ല. സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട്. എന്നാലും വീഡിയോ നമ്മളൊന്ന് എടുക്കും. സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. വീഡിയോ നമ്മളൊന്ന് എടുക്കും. പക്ഷെ അത് ചെറിയൊരു ആവശ്യമുണ്ട് ഇറങ്ങേണ്ട. അങ്ങനെ കോട്ടാപ്പാടത്ത് പോയിട്ടോ. അപ്പോൾ അതപ്പോൾ മാറ്റിലെടുത്തണം. ഇപ്പം മാറ്റിലെടുത്തിയാലുള്ളൂ 12 മണിയാകുമ്പോഴത്തേനും റെഡി ആവുകയുള്ളൂ. ആ എല്ലാവരും ഉണ്ടോ? ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമല്ല മോനു. സംഭവമൊക്കെ നടന്നു പോകും. എങ്ങനെ നിന്നിട്ടൊക്കെ ഉണ്ടോ ഫുഡ് കഴിച്ചത്? ഞാൻ ഫുഡ് എന്താ പറയാ എല്ലാവർക്കും ടെൻഷൻ കയറാണ്. ചെറുക്കന് ടെൻഷൻ കയറാണ്, കുഞ്ഞാവൊക്കെ ടെൻഷൻ കയറാണ്. ആ പറ്റുള്ളൂ, ഷർട്ടേ പറ്റുള്ളൂ. ഞാൻ തയ്ച്ചിട്ടില്ല. ഫേസ് വാഷ് ഉണ്ടോ? മോനുവിനെ റെഡിയാക്കാൻ കയറ്റിയെന്ന് കണ്ടപ്പോൾ തന്നെ ഞാനും വേഗം മാറ്റാൻ നിന്നിട്ടോ. കാരണം എനിക്ക് ചെറുതായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം. അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. എന്നാലും കുഞ്ഞാവ മാറ്റി നടക്കണുണ്ടപ്പോൾ ഒന്ന് വന്ന് ഹായ് പറഞ്ഞു പോടാന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളിയായിക്കണോ ഓല ഡ്രസ്സിങ്ങൊക്കെ. എനിക്കിഷ്ടമായിട്ടോ. മറ്റുള്ള ഓല കാര്യം എനിക്കറിയില്ല. നല്ല ഭംഗിൻ്റെ കാണാൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എന്താ പരിപാടി? ഇതാ ഡ്രസ്സ് ഞാനും നിങ്ങളും മാച്ചാ. സെറ്റ് ഞങ്ങള് മാച്ചാണ്. ഞാനും വയറിയും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. ചെറുക്കാൻ ചിരിച്ചു നോക്കിയാ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ഹഗ്ഗിയതാലോ പറയാം. ഫേസ് ഫേസ് ആയിട്ട് ഒന്നോ ഞാൻ ചിരിച്ച് ഫസ്റ്റ് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, പിന്നെ ഡബിൾ സൈഡ് ഒന്ന് ഹഗ്ഗിയതാൽ മതി. എപ്പുറത്ത് നിൽക്കട്ടെ, ഇപ്പുറത്ത് അല്ല ചിരിച്ച് ചെയ്താട്ടാ.
ചിരിച്ചോ, നല്ലോണം ചിരിച്ചോ. ഓക്കെ റെഡി. ക്യാമറ ലുക്ക് ചെയ്യേ വേണ്ട, ക്യാമറ നിങ്ങൾ മെയിൻ ചെയ്യേ വേണ്ട. ഞാൻ പറയുന്നതനുസരിച്ച് അങ്ങനെ ചെയ്തോട്ടോ. എന്നാൽ ഷേക്കാൻ്റെ അടുത്ത്. ഓക്കെ, എന്നാൽ ഹഗ് ചെയ്ത് 2 സൈഡ് ഹഗ് ചെയ്ത്. ഓക്കെ, അപ്പുറത്തെ സൈഡ്. ഓക്കെ, നല്ല ക്ലോസ് അടിച്ച് ചേർത്ത് പിടിച്ച് വിട്ടിട്ടത്. ഒന്നതിൻ്റെ ഫേസ് ഫീസ് ഒക്കെ ചിരിച്ചേക്ക്. എന്നാൽ അങ്ങനെ ചിരിച്ചേക്ക്. എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങോട്ട് വിടും. അല്ല, ഞാൻ എല്ലായിടത്തും കൊടുക്കണ്ട് അല്ലേ, എല്ലായിടത്തും കൊടുക്കണ്ട്. വേറെ മുന്നേ വേണോ പിന്നെ ഹായ്. ക്യാമറ തല്ല എന്താ ആക്ടിങ് നോറല സലീകുമാർ നോക്കണവര് കണ്ണടക്കല്ലോ. അതെല്ലാം വർക്കില്ലേ കണ്ണട? വേണ്ട, കുടിച്ചാൻ പറ്റൂല. സെറ്റല്ലേ തുഷിപ്പ? ചിപ്പമോൾ സ്വത്തുമുണ്ട്. ഇത്ര പടം പോകാൻ പറ്റില്ല ഇതിൻ്റെ കളിയും. വെയിറ്റ് ചെയ്യണേ.
എന്താണ്ടേ ഇതെന്താ ജയിച്ചിട്ടോ പാത്തുന് ഫുഡ് കൊടുക്കണം. പക്ഷെ എന്നാലും സ്നേഹം ഉണ്ട് കേട്ടോ. പാത്തു ഇവിടെ നിന്ന് നീച്ച് പോയി. പാത്തുന് സീറ്റ് കിട്ടിയില്ല എന്ന് കണ്ടപ്പോ ഇരുന്ന സീറ്റ് നീച്ച് ഇതാ പോണം കണ്ടോ. ചിക്കൻ വേണ്ട, ഡെയിലി ചിക്കൻ നിന്നിട്ട് ഓന് ഇന്ന് ചിക്കൻ വേണ്ട. എന്താണ്ടേ എന്താണ്ടേ നിങ്ങൾ തന്നെ സാധനം ഇടില്ല. ഒന്നും സാധനം എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം. കഴിക്കട്ടെ അനിയോ പാവടാ. ഇത് ഓളിരിക്കാൻ സീറ്റ് ഇട്ടാത്തോണ്ട് ഇത് നീച്ച് കേട്ടോ സീറ്റിന്ന്. കാത്തു നിന്നിട്ട് പാവടാ. അതവിടെ ഇരുന്നു, അതവിടെ ഇരുന്നു. ഇതിവിടെ സസ്യായി. ഓളിങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. ഏകദേശം ഓപ്പോസിറ്റ് സൈഡാണ്. എന്നാലും കുഴപ്പമില്ല, ഒരു രക്ഷയില്ല. കണ്ടന്റ് ആവൂല, കണ്ടന്റ് ഒന്നും വേണ്ട. എന്റെ 3 കാക്കു പോവാ. ചെറുത് പോവാ ചെറുത്. അതെ മറ്റേ തൗസി ഉണ്ടോ അസ്വ മച്ചിനോട് ഇട്ട് പോയാലോ. ഏയ് അമ്മായി പോവാ. ധാരന്റെ ബേക്കില് അല്ല കണ്ണടക്കല്ലേ. അയ്യോ കൈയും പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കൈ തരുന്നില്ലല്ലോ. അറിയില്ല, അത് അതിന് ബാക്കിലോട്ട് വെച്ചേ ഡിക്കിക്ക്. സെറ്റല്ലേ സെറ്റല്ലേ എല്ലാവർക്കും കേട്ട് കൊടുത്തു. അതാക്കാൻ പറ്റുമോ? അമ്മക്ക് എന്ത് പേടിയും കരച്ചിലും അല്ലേ. അങ്ങനെ പെണ്ണിനെ ഞങ്ങളെ കയ്യിൽ കിട്ടിക്കണു. ഇനി ഫുള്ള് നമ്മളോട്. മോന് എന്തെങ്കിലും നോട്ടം ഇല്ല, കാര്യങ്ങളൊന്നുമില്ല.
ഇതൊക്കെ അറിയണമെന്നില്ല കേട്ടോ, ഇത് സ്റ്റോങ് ആണ്, സ്റ്റോങ്. ഇതെന്തടുത്ത് എന്തേ കാട്ടിനോളെ എടുത്ത ബുക്കണ കൂടി ഞാൻ എടുക്കാണ്ടി വരും. സെറ്റല്ലേ സെറ്റാക്കാം. ബ്ലറൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നടന്നത് തോസ്യം തിരിഞ്ഞ കുഞ്ഞ് നെബ പിന്നെ നെബ കുടു ഹലോ മഞ്ഞ മഞ്ഞ പച്ച അതാ പറഞ്ഞു കിട്ടി 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 സാധനം കിട്ടി. അത് മാമേ കയ്യൊന്ന് നേരെ പിടിച്ച് ഇങ്ങനെ പിടിച്ചെന്റെ കയ്യ് അടൂക്ക് മറ്റേ സുനീറ അമ്മ ആണേ ജാസ്മിയുടെ ഗിഫ്റ്റ് അതേ, ജാസ്മിയുടെ ഗിഫ്റ്റ് ആണോ ജാസ്മിൻ്റെ. എനിക്കൊരു ഗിഫ്റ്റ് ജാസ്മി തന്നതാ. സത്യല്ലേ കളിപ്പിച്ചു തരല്ലോ. തുറക്കണോ? തുറന്നോ. ഷമീർ ജാസ്മിൻ്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു തന്നു. ക്രീമുകളാണ്, ഐറ്റംസ്. ഇത് ജാസിൻ്റെ ഗിഫ്റ്റാണ്. ജാസിൻ്റെ ഇഷ്ടമായോ? പറഞ്ഞോളൂ, എന്താണേലും പറഞ്ഞോളൂ. തുറന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം, തുറന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പൊ പറയാം. വരുന്ന തന്നെ എടുത്തുക്കണത് ഇപ്പൊ ഇതിലില്ല. 80,000 കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുവാണ് 5 കൊല്ലം. അത് കഴിഞ്ഞാൽ അപ്പൊ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ. പൈസലില്ല കേട്ടോ, പൈസ ഇതിലില്ല. തിരക്കുകളൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ നിദാനയും കൊണ്ട് റൂമിൽ പോയിട്ടോ. സുനീർ എന്തോ ആവശ്യത്തിന് പുറത്ത് വയ്ക്കായിരുന്നു. ഒഴുക്കിഞ്ഞ് പുറത്ത് പോയിട്ട് ഫോട്ടോസ് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഡ്രസ്സ് അയച്ചിടാനും പറ്റൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിദാൻ്റെ പെരക്കാരെ എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിദാനെ ഫ്രീ ആക്കിയ പോലെ കൈ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് കൊടുത്തിട്ടോ. സൗണ്ടിൻ്റെ കാലാവധി കഴിഞ്ഞു, സൗണ്ട് ഏകദേശം ഫുള്ള് പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നത്. പരമാവധി ആ സൗണ്ട് കൊടുക്കാതെ ഇതിലുള്ള സൗണ്ട് വെച്ചിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ഇടുന്നത്. കാരണം കല്യാണം കാണുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇതിലുള്ള സൗണ്ട് ഇടണം. പിന്നെ കോപ്പിറൈറ്റ് വരുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ എൻ്റെ സൗണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതാ സോറി അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കൊടുത്തു എല്ലാവർക്കും.
ഓലിവിടെ കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ പോയി. ഷിഫൻ ഇവിടെ നിർത്താൻ ഞങ്ങൾ കുറേ നിർബന്ധിച്ചു, ഷിഫനെയും കുട്ടികളെയൊക്കെ അവിടെ നിർത്താൻ. കാരണം രാത്രി പരിപാടി ഉള്ളതല്ലേ. പിന്നെ ഓല് നിൽക്കണില്ല എന്ന് കണ്ടപ്പോൾ, കുട്ടികളെ നിർത്തണില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും രാത്രി വരണം എന്നുള്ളത് നിർബന്ധിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഓല് വരികയും ചെയ്തു. കാരണം ഇതാക്കൊരു സന്തോഷമാവുമല്ലോ ഓലെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പുറത്ത് പോയി ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഓല് പോയ ആ സമയത്ത് തന്നെ ഞങ്ങൾ മധുരം പെട്ടെന്ന് കൊടുത്തുട്ടോ. ബാക്ക്ഗ്രൗണ്ട് എടാ മുനി സുഹിത്തുമ്മ ആ കൊടുക്ക മധുരം കൊടുക്കലായി ഞങ്ങൾ കുറച്ച് ആൾക്കാർ പുറത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സ്റ്റെൻസിൽ വെച്ചിട്ട് ഇട്ട മൈലാഞ്ചിയാണ്. നമ്മൾ സാധാരണ ആരെക്കൊണ്ടേലും ഒടിപ്പിച്ചാണെങ്കിൽ എത്ര നേരം ഇരിക്കണം, ഇത് അത്ര ടൈമും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് അത് ഒട്ടിച്ച് അതിലിടാൻ വേണ്ടി പറ്റിട്ടോ. നല്ല അടിപൊളി ഡിസൈൻ വരുന്നു. ഈ സ്റ്റെൻസിൽ പാത്തുവിന് ഏതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓള് ഞങ്ങൾക്കുള്ളതും കൂടിയും പറഞ്ഞിരുന്നു. പിന്നെ മൈലാഞ്ചി നിതാൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഓല് കൊടുന്നതാണ്, മൂത്തമ്മ വന്നപ്പോൾ കൊടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മൈലാഞ്ചി സെറ്റാക്കി അവിടെ നിന്ന് തലേന്ന് ചെന്നപ്പോൾ തന്നിരുന്നു കേട്ടോ. ഗ്യാപ്പിൽ ഞങ്ങളും റീൽസിനുള്ള വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നിട്ടോ. പിന്നെ രാത്രി നമുക്ക് രംഗോലി തുടങ്ങാൻ നേരം വൈകുമെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. ഗായ്സ്, അപ്പം നമ്മൾ എന്താണ് രംഗോലി അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഡ്രസ്സ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. ഞാൻ ഡ്രസ്സ് ഇതുവരെ ഊരിയിട്ടില്ല. വിലക്ക് ഡ്രസ്സ് ഊരി സെറ്റ് ആയിക്കൊണ്ടോ. പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഷൂവും ചിലപ്പോൾ ഒന്നും വേണ്ട സ്റ്റേജ് വെക്കാൻ. രംഗോലിക്ക് സെറ്റ് ആയിക്കണ്ടോ. രംഗോലി അനു സ്മൈൽ. എന്ത് പുച്ഛത്തോടാണ് വരുന്നേ? കോട്ടപ്പാടുന്ന ഓലൊക്കെ എത്തിക്കൊണ്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അടിപൊളി ഡാൻസാണ് കുട്ടികളുടെ. പക്ഷേ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. എനിക്ക് ശരിക്കും ആ ഒരു പാട്ടില്ലാതെ ഈ ഒരു ഡാൻസ് ഇടാനേ ഇഷ്ടമല്ല. നല്ല ഡാൻസ് ചെയ്യുന്നുണ്ടോ. സ്വത്തുമ്മയും കൂടും അല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ച്. അടുത്ത ഡാൻസിൻ്റെ കാര്യം പിന്നെ പറയാനൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ ഡാൻസാണ്. ഞങ്ങൾ പഠിച്ചു എന്ന് പറയാൻ പറ്റൂല. 2-3 പ്രാവശ്യം ഒന്ന് കളിച്ച് നോക്കിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മെഹർബയാണ് ഞങ്ങൾ കളിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ. പാട്ട് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. കാരണം ഞങ്ങൾ പാട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രസം ഉണ്ടാവുള്ളൂ. അത് പാട്ടും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറാണ്. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ള് ഇടുന്നുണ്ട്. കാരണം ഡാൻസ് നമ്മൾ പഠിച്ചതല്ലേ കളിച്ചതല്ലേ വിചാരിച്ചിട്ടോ. ഇവിടെ കളിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഡാൻസിൻ്റെ ഫുൾ മൂഡും പോയി. ഇനി സ്റ്റേജിൽ കളിച്ചണ്ടെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം കളിക്കുമ്പോൾ നമുക്ക് ഫുള്ള് തെറ്റിപ്പോവുകയാണ്. ഞാനാണ് കൂടുതൽ തെറ്റിക്കണതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് മറ്റുള്ളവരെ കാണൂലല്ലോ. വീഡിയോ കാണുമ്പോഴേ ഓരോരുത്തരുടെ മിസ്റ്റേക്കും കാണുള്ളൂ. എൻ്റെയൊക്കെ 1-2 പ്രാവശ്യം തെറ്റിക്കും കേട്ടോ. ഡാൻസ് കളിച്ചാനേ പാട്ട് പാടാനൊക്കെ അതിയായ മോഹം ഉണ്ടെങ്കിലും ദറിഞ്ഞാലിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സ്വത്തുമ്മയും കൂടും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുള്ളൂ. കളിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പൂതിയാവും കളിച്ചാൽ. പക്ഷെ നമുക്ക് തോന്നും നമ്മൾ കളിച്ചാൽ അതേപോലെ ആവുന്നു. പക്ഷെ ആവണില്ല എന്നുള്ളത് വീഡിയോസും കാര്യങ്ങളും കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ ഒരു രംഗോലി ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ.
പല കളറിൽ വരുന്ന ഡ്രസ്സാണ് പെണ്ണിന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വിചാരിച്ച മാതിരി ഡ്രസ്സ് അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു സാരി എടുക്കുക എന്നുള്ളത്. ഒരു ഫംഗ്ഷനും മോള് സാരി എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ സാരി എടുക്കാം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ സാരി ഫിക്സ് ആക്കിയത്. മെറൂൺ സാരി ഞങ്ങളെല്ലാവരും യെല്ലോ ഗ്രീൻ ആയിട്ടുള്ള ഫുള്ള് മിക്സ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഇട്ട് വന്നിട്ടും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല. ഞങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത രീതിയിലൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് ഞങ്ങൾക്ക് കാണാം. രംഗോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളും അവിടെ വാങ്ങി റൂമിൽ ഭദ്രമായിട്ട് വെച്ചേക്കും കേട്ടോ. കളർ ബോംബ് നമ്മൾ ആ കളറിൻ്റെ സംഭവങ്ങളില്ലേ അത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണു. പക്ഷേ ലാസ്റ്റ് നമ്മൾ അടാറൊരു ഐറ്റം ഇറക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ആ സംഭവങ്ങളൊന്നും നമുക്ക് ഓർമ്മയുണ്ടായില്ല, അത് വേണമെന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഡാൻസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും സ്റ്റേജ് മേലെ കളിച്ചണോ വേണ്ടേ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാരണം മുന്നിൽ ആൾക്കാരിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഒരു മടി ഉണ്ടാവും കളിച്ചാൽ. എത്ര പഠിച്ചതാണെങ്കിലും ഇത് പിന്നെ പഠിച്ചാത്തതാകുമ്പോൾ അതിനേക്കാട്ടിലും മടി ഉണ്ടാവും. ഇത്രയും ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒറ്റൊരു ഫോട്ടോ ആണ് ഞങ്ങൾ എടുത്തത്. എല്ലാവരും പാടെ ഇരുന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഫോട്ടോ മാത്രമാണ് എടുത്തത്. ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. നമ്മൾ ഒന്നാമത് തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നൂല. ഫുള്ള് മുന്നേ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതാണെങ്കിൽ പോലും ആ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലും മറക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഡാൻസ് അവിടെ കഴിഞ്ഞു. ഇൻസ്റ്റയിലാണെങ്കിൽ നമുക്ക് പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മളെ റീൽസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. നമ്മളെ ഡാൻസും കാര്യങ്ങളും യൂട്യൂബിൽ നമുക്ക് എന്തായാലും ഒരുപാട് റൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ അത് പറ്റൂല. പിന്നെ കുഞ്ഞാറ്റിൻ്റെ അടിപൊളി ഡാൻസുകൾ ഉണ്ടായിട്ടോ. പിന്നെ ഇതാ കോട്ടപ്പാടത്ത് അമ്മയും താത്തയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു, സാജിയൊക്കെ. അപ്പോൾ ഓൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഉപ്പൊക്കെ നേരത്തെ കഴിച്ചു. അപ്പോൾ ബൽക്കുള്ള ഫുഡൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിലും ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഡാൻസ് കുടും സ്വത്തുമ്മയാണ് അല്ലൊക്കെയാണ് സ്കോർ ചെയ്തത്. കുറേ കളിച്ചു. പിന്നെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരോടൊക്കെ കളിച്ചാൽ പറഞ്ഞ് നിർബന്ധിച്ചിരുന്നു കേട്ടോ. കുട്ടികളോട് ചെറിയ കുട്ടികളല്ലേ, ഓൽക്കൊരു പ്രോത്സാഹനമാവും. നമ്മൾ കളിച്ചുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് ഈ കല്യാണത്തലേന്നൊക്കെ പെരയിൽ വന്നിരിക്കണവർക്ക് ശരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഭയങ്കര ഇതല്ലേ കണ്ടിരിക്കാൻ. പിന്നെ കുട്ടികളെങ്ങനെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചാതിരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്. നമ്മൾ എണ്ണിയാപ്പാൻ്റെ കുട്ടികളാണ് കുഞ്ഞും കൂടെ ഒക്കെ ഇതാ ഇപ്പം കാണാൻ പറ്റും. പ്രോത്സാഹനം കണ്ടില്ല, ഡാൻസ് കളിച്ചാൽ പറഞ്ഞ് നിർബന്ധിച്ചാണ്. ഇന്നലെ ഫുൾ സ്റ്റെപ്പ് ആളവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയെന്ന് കേട്ടോ. ഫുൾ സ്റ്റെപ്പ് ഞങ്ങൾ തന്നെ ഇങ്ങനെ അന്തം വിട്ടു. കാരണം ആൾ കളിച്ചണമെന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സ്റ്റെപ്പ് ഫുള്ള് കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണത് ആൾ തന്നെയായിരുന്നു. കല്യാണത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടൂസും മോളും കൂടിയിട്ടില്ല കേട്ടോ. ഓൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഓൾക്ക് വരാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നെ ജാസും ഷമീറും ഓലൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് കല്യാണം ആക്കിയത്. ഓൽക്കും കൂടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഓൽക്കും കൂടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതാ മോനുവിൻ്റെ തുണക്കാരന്മാരും എല്ലാവരും എത്തിക്കണം. കുഞ്ഞാനുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിട്ടോ. പക്ഷേ വീഡിയോസ് എല്ലായിടത്തേക്കും എത്താൻ എനിക്ക് പറ്റിയില്ല. ഞാൻ കിട്ടിയാലൊക്കെ എടുത്തിക്കണം. ആമിക്കുട്ടി കളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള റെസ്റ്റിലാണ് കേട്ടോ. പിന്നെ നമ്മളതാ ഷിബിലാൻ്റെ കുട്ടി എൻ്റെ കസിൻ്റെ കുട്ടിയാണ് കേട്ടോ. കുഞ്ഞാറ്റാന്നറിയോള് നല്ലോണം ഡാൻസ് കളിച്ചിരുന്നു. കുറേ ഡാൻസിൻ്റെ വീഡിയോസിൻ്റെ കയ്യിലില്ല, വേറെ ഏതൊക്കെയോ ഫോണിലാണ്. വീഡിയോസൊന്നും കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ഓരോരുത്തർ പോലെ എടുത്തിട്ട് വാപ്പും കുട്ടിയും എൻ്റെ ഹോളും പിന്നെ പോകുക എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നിർത്തിയേക്കാണ് കേട്ടോ. അവിടെ വാപ്പൂൻ്റെ അവിടെ നിന്നും 2-3 ആൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അവൾക്ക് എന്തൊക്കെ ഇതായതുകൊണ്ട് വാപ്പൂൻ്റെ ഉമ്മമാൻ്റെ ഡ്രസ്സാണ് നമ്മൾ സേവ് ദ ഡേറ്റിന് ഇട്ടിരുന്നത്. ഞാൻ മൂത്തമ്മാൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞില്ല, മൂത്തമ്മാൻ്റെ പേരക്കുട്ടിയാണ് പോലെ. പിന്നെ നിതാൻ്റെ ഫാമിലിയും വന്നിക്കൊണ്ട് നിതാൻ്റെ കസിൻസാണ് ഇപ്പോൾ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വകുട്ടിയും ഷിഫമോളൊക്കെ അപ്പോലൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഷിഫമോൾക്ക് വല്ലാതെ മലയാളവും കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും അശ്വകുട്ടി ഓൾ അടിപൊളിയാണ്. നമ്മളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ആരെയും കണ്ടാൽ നിതനോടും അങ്ങനെ തന്നെയാണ്. അത്രയും ടൈമായിട്ടും അത്യാവശ്യം ആൾക്കാർ അപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഈ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഉള്ളൂ മറ്റുള്ളവർ നിൽക്കാനൊരു ഇമ്പുണ്ടാവുള്ളൂ. സ്വത്തിൻ്റെ പാട്ട് സൂപ്പറാക്കാറട്ടോ. ഞങ്ങൾ എന്ത് ഫംഗ്ഷനിലും ഓനെ കൊണ്ടൊരു പാട്ട് ഞങ്ങൾ പാടിപ്പിച്ചാതിരിക്കൂല. അപ്പോൾ എന്തായാലും ഓനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചു. അത് നമുക്ക് കോപ്പിറൈറ്റ് വരില്ല, ഫുള്ളായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് വീഡിയോ എൻ്റെ ഇല്ല കേട്ടോ, വേറെ ആരെയൊക്കെയോ ഫോണിലാണ്. അപ്പോൾ കിട്ടിയ ഒരു വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്തിക്കണു. ഇതാണ് എൻ്റെ സുന ഗജലെന്താ കേട്ടോ. അതിൽ ഒരൊറ്റ പറത്തരോ നിങ്ങളെവിടെ മണ്ണാർക്കാടോ? ഇതിപ്പോൾ പുതിയതല്ലേ ഇവിടെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനത്തെ ഇല്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക.
ഇതാണ് സംഭവം കേട്ടോ. സോപ്പിൻ്റെ ഒരു നമ്മൾ ബബിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ പമ്പ് ചെയ്ത് തരികയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വീഡിയോൻ്റെ എൻഡിൽ കാണാൻ പറ്റും വയസ്സായവർക്കും അടിപൊളിയാണ് എന്നുള്ളത് കേട്ടോ. ഞങ്ങൾ ഫുൾ അതിൽ എൻജോയ് ചെയ്ത് കളിച്ചിരുന്നു. ഇത് നമ്മൾ തൊട്ടപ്പുറത്തെ സുന്ദരിക്കുട്ടിയാണ് കേട്ടോ. ഓളും വന്നൊരു ഡാൻസ് കളിച്ചു. പിന്നെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതാ ഒരു സൈഡിലായിട്ട് ഓല് ഒതുങ്ങിയിരിക്കണുണ്ട്. വീഡിയോണ്ട് ചെല്ലുമ്പോൾ സാനുവിൻ്റെ സ്ഥിരമുള്ള ഒരു ഭാവമാണ് കേട്ടോ അത്. ഒന്ന് എന്നുള്ളേക്ക് പക്ഷേ ഒന്നും ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല, ഓരോരു ഇതിലങ്ങനെ പറയുന്നതാണ് കേട്ടോ. ഇന്ന ആക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടോ എന്തെങ്കിലും കളിയാക്കണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എല്ലാവരും ഉണ്ട്. കുറേ ആൾക്കാരെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അല്ലേ കുഞ്ഞാവിടെയും കുഞ്ഞാവിൻ്റെ ഒക്കെ ആൾക്കാരന്മാർ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എത്താൻ പറ്റിയില്ല. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങൾ മറന്നത് മണിയറിൻ്റെ ഉള്ളിൽ പോലെ സെറ്റ് ചെയ്ത് പറഞ്ഞയക്കുന്ന വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഇത് നിതാൻ്റെ ഫാമിലി ഉണ്ട്, അവിടെ നിന്ന് വന്നോലാണ്. ഓല് കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സോപ്പിൻ്റെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് ഫസ്റ്റിൽ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റിയില്ല. ഫസ്റ്റത്തെ ആ ഒരു ഡോസ് നമുക്ക് കിട്ടിയതല്ല. ഞാൻ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പം ഞാനും പാത്തൊക്കെ ഉള്ളിലെന്ന് തോന്നുന്നു, കിട്ടിയില്ല നമുക്ക് ആ ഒരു വീഡിയോ ഒന്നും. പിന്നെ രണ്ടാമത് ഇതാ കുറച്ച് ആൾക്കാർ കയറി. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എല്ലാവരും അതിൽ പൂണ്ട് വിളയാടിയിട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. നമുക്ക് ശരിക്കും ഒരു മണാലിയിൽ പോയ ഫീലൊക്കെ ആയിരുന്നു. ശരിക്കും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഇങ്ങനെ എന്തെങ്കിലും വേണം. കാരണം നമ്മൾ പുറത്ത് ചാടാത്തോലും കൂടി ഇറങ്ങി ചാടുന്ന ഒരു പരിപാടിയാണ് ഇത്. എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങി കേട്ടോ. ഇറങ്ങാത്തോലെയും കൂടി ഞങ്ങളേക്ക് ഇറക്കി. കുഞ്ഞാവിന്ന് ഇറങ്ങുന്ന ഒരു ഉറപ്പുണ്ടായില്ല, കാരണം അവനൊക്കെ ഇറങ്ങി കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഇൻസ്റ്റയിലാകുമ്പോൾ നമുക്ക് പാട്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ നല്ല ദമ്മായിട്ട് ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്തെങ്ങാനും കല്യാണ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് എന്തായാലും നോക്കിക്കോ, നല്ലോണം എൻജോയ് ചെയ്യട്ടെ. എന്നാൽ എല്ലാവരും എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ സോപ്പിൽ കുളിച്ചിട്ടാണ് പെരേക്ക് പോയത്. പിന്നെ കുളിച്ചാൽ നമ്മൾ പെരേക്ക് കയറുന്ന കാര്യം നോക്കുക വേണ്ട. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നുണ്ട്. നമ്മൾ അതായത് ബെഡ്റൂം സെറ്റ് ചെയ്യൽ. എല്ലാ തിരക്കുകളും കഴിഞ്ഞു. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഓലെ മണിയറയൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ ആക്കാന്ന് നിന്നിട്ടോ. പക്ഷെ അതൊന്നും പറ്റിയില്ല. ഞങ്ങൾ ഈ ആ ഒരു സോപ്പിൻ്റെ സംഭവങ്ങളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ നനഞ്ഞോരൊക്കെ പോയിട്ടാണ് നമുക്ക് മണിയറ സെറ്റ് ചെയ്യാൻ പറ്റിയത്. ആരും ഇല്ല കേട്ടോ. ഭയങ്കര സങ്കടമായി. എന്നാലും ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ മണിയറ സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ മുല്ലപ്പൂവും റോസാപ്പൂവൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. പല പ്ലാനുകളും ഉണ്ടായിരുന്നു. എല്ലാവരും പാടെ ഓനെ ഒന്ന് വെറുതെ സ്വീപ്പാക്കുക, നമ്മൾ വെറുതെ ഉള്ളിൽ കയറ്റി വിടുക, റീൽസ് എടുക്കുക, അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല കേട്ടോ. നമ്മളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ പോലും ഒന്നും നടക്കില്ല എന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ള മാതിരി സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. പാല് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ. പാല് റെഡിയാക്കി ഒന്ന് ചൂടാറ്റി നമ്മളെ പുതിയാപ്പിളക്ക് ചൂടാറണം. ചൂടാറ്റി സെറ്റാക്കി ക്ലാസ്സിലാക്കാം. എല്ലാവരും ഫ്രൂട്ട്സ് അല്ലേ. അപ്പം നമ്മൾ വെറൈറ്റിക്ക് തന്നെ നട്ട്സും ചോക്ലേറ്റും ഒക്കെയാണ്. മോനിന് ഏറ്റവും ഇഷ്ടമുള്ളത് നട്ട്സ്, ചോക്ലേറ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പം നമുക്ക് ഇതന്നെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മണിയറ സെറ്റ് ചെയ്താൽ ഓക്കെയല്ലോ. വാ, എന്തായിട്ട് സെറ്റ് ചെയ്താണ്ടോ. ആരും എന്നെ സഹായിച്ചില്ല. വലിയ ഹാർട്ടാ. മണിയറ സെറ്റ് ചെയ്ത പോലെ രണ്ടാൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇന്നത്തെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ ദിവസം ഇന്നാണ്, ഇന്ന് സൗണ്ട് കൊടുക്കണോണ്ടാണ് ഇന്ന് പറഞ്ഞു കേട്ടോ. ഇന്നത്തെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ മണിയറ ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് ആക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കും. ഇതാ പാലൊക്കെ ആക്കി ഓളെ ഉള്ളിലേക്ക് പറഞ്ഞേക്കുക കേട്ടോ. സാധാ ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടിക്കണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുളിച്ച് പിന്നെ സാരി മാറ്റാനും വീണ്ടും മാറ്റാനും ഒന്നും നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ 2 മണി ടൈമിലാണ് ഓല ഉള്ളിലേക്ക് പറഞ്ഞയക്കണത്. അപ്പം എന്തായാലും ഓല രണ്ടാളും സെറ്റാക്കി നമ്മളെ വൈക്ക് പോകുന്നു. ഞാൻ തിരിച്ച് കോട്ടാപ്പാടത്തേക്ക് തന്നെ പോന്നിരുന്നു. റൂം കയറി ഓലായി ഓല പാടായി ഞങ്ങളെ വൈക്ക് പോവാണ് കേട്ടോ. സമയം 2 മണി. ചോറ് ഇതാ തിന്നാണ്. ഓല മണിയറയ്ക്ക് ആക്കിയിട്ടാണ് ചോറ്. 2 മണിക്കാണ് മണിയറയ്ക്ക് ആക്കണത്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. 2-2:30 ആയിക്കോണു, നേരം വിളിക്കാനായിക്കോണു. ഞങ്ങളിതപ്പോൾ പോകണുള്ളൂ കേട്ടോ. നാളെ 5 മണിയാകുമ്പോഴത്തേന് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരുവും വേണം. ഞങ്ങൾ പിന്നെ രാത്രി കോട്ടപ്പാടത്തേക്ക് തന്നെ കിടക്കാൻ പോകും. ഇത്ര അടുത്തായതുകൊണ്ട് ഉള്ളൊരു ഉപകാരം. നമ്മളതാ വഴിയുടെ ഒരു അവസ്ഥ ഇതാണ്ടോ, അടിപൊളിയാണ്. പക്ഷെ കൂടുതൽ വീഡിയോസും വ്ളോഗും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കല്യാണ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ.